ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് എന്തുണ്ടാക്കുന്ന പറഞ്ഞാൽ ചിക്കൻ ആലുക്ക കറി. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളിയില്ലേ ചോപ്പിച്ചിട്ട് എടുത്തിന്. അതെടുത്ത് പിന്നെ അതേ ഉള്ളിക്കകത്ത് കോയിനെ 3/4 കിലോ എടുത്തിന്. അതിനെ കൈ വെച്ച കോയിനെ ഈ എണ്ണക്കകത്ത് ഇട്ട് കൊടുക്കണം. അതിനിട്ടിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം ഈ കോയിൻ്റെ കളറ് മാറുന്നത് വരെ. പിന്നെ ഞാൻ 3 ഇല്ലേ ആലു എടുത്തിന്. ആലുവിനെ ഇതേ കോയിക്കകത്ത് ഇട്ട് കൊടുക്കണം. ഇതേമാതിരി 3 എടുത്തിന്. ഇത് നല്ല മിക്സാക്കിയിട്ട് കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ട് പോകണം. ഇളക്കിയിട്ട് കൊടുത്ത പിന്നെ 2 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ടിട്ട് കൊടുക്കണം. ഇതിൻ്റെ മണം മാറുന്നത് വരെ ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ 3 സ്പൂണില്ലേ മുളക് പൊടി എടുത്തിന്. പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണം കൂടുതൽ ഇടാം. 3 സ്പൂൺ നല്ല കാരമുള്ള മുളക് ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്നതിന്. പിന്നെ 1/2 സ്പൂണില്ലേ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വറുത്ത് അരച്ച് പൊടിച്ചിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇതിനെ നല്ല കുറച്ചെല്ലാം ഉപ്പിട്ടിട്ട് കൊടുക്കണം. ഇത് നമുക്ക് എത്ര ഉപ്പ് വേണം ആവശ്യത്തിന് അത്ര ഇട്ട് കൊടുക്കണം. ഇത് നല്ല ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. പെട്ടെന്ന് ദയറില്ലേ പുളിയില്ലാത്ത ദയറ് 1/2 കപ്പ് എടുക്കണം. അതിനിട്ടിട്ട് കൊടുക്കണം. ഇതേമാതിരി കറിക്കത്ത് തമ്പട്ട മുമ്പിടാനില്ല, വയ്യ അരിച്ചിടണം. ഇത് നല്ല ഇളക്കിയിട്ട് കൊടുത്ത് ദയറിൻ്റെ വെള്ളം നോക്കല്ലേ വരുന്നത്. പിന്നെ ഇത് 1/2 സ്പൂണ് ഗരം മസാല. പിന്നെ ഇടി ഗരം മസാലയില്ലേ പൊടിച്ചിട്ട് എടുക്കണം. ലോങ്ക് 2 സ്പൂണ്, ബഡി സോപ്പ്, ജീരകം, കെത്ത, പിന്നെ ഇടിമുളക് പൊടിച്ചത്, വലിയ ഏലക്ക, ചെറിയ ഏലക്ക, അങ്ങനെ ഈ ഗരം മസാല ഇല്ലേ അതിനെ വേറെ അരച്ചിട്ട് എടുക്കണം. പിന്നെ ഈ പിരിസ്തയും 2 തക്കാളിയും ഇതിനും വേറെ അരച്ചിട്ട് എടുക്കണം വെമ്പാറ മിക്സറിൽ. പിന്നെ ഇത് പച്ചമുളക് അരച്ചിട്ടെടുത്ത് ഇത് മുറിച്ചിട്ടിട്ട് പിന്നെ ഈ നമ്മൾ ഈ ഗരം മസാല പൊടിച്ചിട്ടെടുത്തിട്ടില്ലേ അതിനിട്ട് കൊടുക്കണം. പിന്നെ ഈ അരച്ച് വെച്ച തക്കാളിയും പിരിസ്തയും അതിനെ ഇട്ട് കൊടുക്കണം. ഇതേമാതിരി ഇതിൽക്ക് വെള്ളം പെട്ടെന്ന് ഒഴിക്കാൻ പാടില്ല. ഈ മസാല എല്ലാം മിക്സാക്കിയിട്ട് കൊടുത്തേ പിന്നെ നമുക്ക് എത്ര വെള്ളം വേണം ഈ ചൂടുവെള്ളം ഇല്ലേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. ഇതേമാതിരി നോക്കാമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. പിന്നെ കൊത്തുമീർ മുറിച്ചിട്ട് ഇടണം ഇത് കട്ട് ചെയ്തിട്ട് ഇതേമാതിരി. പിന്നെ ഒരു 5 മിനിറ്റ് മെല്ലെ ഗ്യാസാക്കിയിട്ടില്ലേ വെക്കണം. ഇതേമാതിരി നോക്കുക. പിന്നെ കസ്തൂരി മേത്തി മുകളിലേക്ക് ഇടണം. ഈ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താലും മതി. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ബായ് അസ്സലാമു അലൈക്കും. എന്തായാലും വെച്ചിട്ട് അഭിപ്രായം പറയാം. അസ്സലാമു അലൈക്കും.